സർക്കാർ ഭക്ഷണം നൽകാത്ത ക്യാമ്പിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകി CPIM നേതൃത്വം. തിരുവല്ല കൊമ്പക്കേരിയിൽ ഗർഭിണിയും ശാരീരിക പരിമിതികളുള്ളവരും താമസിക്കുന്ന ഗ്രൂവൽ സെന്ററിനോടാണ് സർക്കാരിന്റെ ഈ അവഗണന. ഈ അവസ്ഥയിലിരിക്കുന്ന ഞാൻ വെള്ളം നീന്തി സ്കൂളിൽ ചെന്നെങ്കിലേ എനിക്ക് സഹായം തരുത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ആഹാരം തരുത്തുള്ളൂ എന്ന് മെമ്പറും ഈ ജനപ്രതിനിധികളും പറയുന്നതാണോ ശരി? സർക്കാർ നടത്തുന്ന ക്യാമ്പല്ല എന്നാരോപിച്ചായിരുന്നു സഹായം നിഷേധിച്ചത്. നിങ്ങളിവിടെ MLA മെമ്പറോ ആരെങ്കിലും നോക്കി? ഒരുത്തരും വന്നില്ല, ഒരുത്തരും ഒന്നും തിരക്കേയില്ല. വിഷയത്തിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ R. സനൽകുമാർ ഇടപെട്ടപ്പോൾ അതിനെ രാഷ്ട്രീയ കളി എന്നായിരുന്നു കോൺഗ്രസ് ജനപ്രതിനിധികൾ വിശേഷിപ്പിച്ചത്. റവന്യൂ മന്ത്രി AP അനിൽകുമാർ അനൌദ്യോഗിക ക്യാമ്പുകൾക്കും സഹായം നൽകാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കളക്ടറെ വിളിച്ചു. ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരുടെ സങ്കടം കണ്ടുകൊണ്ട് കളക്ടറെ വിളിച്ചു. ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസിൽ നിന്ന് ജയ്മോനെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, സാധനങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ സർക്കാരിൻ്റെ ഒരു മണി അരിയെങ്കിലും കിട്ടുന്നതിൻ്റെ സന്തോഷം കൊണ്ട് ജയ്മോൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് ജയ്മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾക്ക് സാധനം തരാനൊക്കത്തില്ല, ക്യാമ്പ് ക്ലോസ് ചെയ്തിരിക്കുക. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. സർക്കാർ സംവിധാനം സഹായം നിഷേധിച്ചപ്പോൾ സുമനസ്സുകളുടെ സഹായത്തോടെ CPIM നേതൃത്വം ഭക്ഷ്യവസ്തുക്കൾ ക്യാമ്പിൽ എത്തിച്ചു നൽകി. 2018 പ്രളയത്തിലും കൊമ്പങ്കേരിയിലെ അനൌദ്യോഗിക ക്യാമ്പിൽ സർക്കാർ എല്ലാ സഹായവും നൽകിയിരുന്നു. എന്നാൽ UDF ഭരണത്തിൽ ആദ്യം നിഷേധിക്കുകയും പിന്നീട് അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ അനുമതി കടലാസ് പേപ്പറുകളിൽ ഒതുങ്ങിയെന്നാണ് പരാതി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.